ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. നമ്മളെയൊക്കെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ നമ്മളെ തേടിയെത്തിയിട്ടുള്ളത്. ഞങ്ങളടങ്ങുന്ന ചില മാധ്യമങ്ങൾ 1000 വട്ടം വിളിച്ചു പറഞ്ഞതാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ പ്രശ്നം രൂക്ഷമാണ്. ഇന്ത്യയുടെ പല പ്രദേശങ്ങളും അവർ കൈക്കലാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ അതിർത്തി ലംഘിച്ചുകൊണ്ട് ചൈനീസ് പട്ടാളം പലതവണ ഇന്ത്യയിലേക്ക് വന്നു എന്ന് ഞങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ സംഘി തീവ്രവാദികൾ വന്ന് കമന്റ് ബോക്സിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ രാജ്യദ്രോഹികൾ, നിങ്ങൾ തീവ്രവാദികൾ എന്ന്. ഇപ്പോഴെന്താ സംഭവിച്ചത്? ഞങ്ങൾ പറഞ്ഞ ആ രീതിയിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ കടന്നു പോകുന്നത്? ഈ നിമിഷം നിങ്ങൾക്ക് എന്തുണ്ട് ന്യായീകരിക്കാൻ? പറഞ്ഞു വരുന്നത് കേണലടങ്ങുന്ന ഇന്ത്യയുടെ 3 സൈനികരെ ക്രൂരമായ രീതിയിൽ അവർ കൊല ചെയ്തിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. അത് നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. വെടിവെച്ചുകൊണ്ടല്ല, മറിച്ച് കല്ലും മറ്റുള്ള വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടത് എന്ന് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുമ്പോൾ എവിടെ പോയി നിങ്ങളുടെ ജെയിംസ് ബോണ്ട് എന്ന വിളിപ്പേരുള്ള അജിത് ഡോവൽ? എവിടെ പോയി 56 ഇഞ്ച് നെഞ്ചളവുള്ള നരേന്ദ്രമോദി? എവിടെ പോയി പൗരത്വ ഭേദഗതി നിയമം അടങ്ങുന്ന കരി നിയമങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തെ മുസ്ലിങ്ങളെ വേട്ടയാടിയ അമിത്ഷയും കൂട്ടരും? എവിടെ പോയി നിങ്ങളുടെ RSSന്റെ പട്ടാളം? എവിടെ പോയി സംഘപരിവാറിന്റെ പ്രവർത്തകർ? എന്തേ ചൈനക്ക് മുന്നിൽ മുട്ടുവിറച്ചു പോയോ? നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസമടക്കം വാർത്തകളിലൂടെ വന്ന് പ്രസ്താവനകൾ ഇറക്കിയത്? നിങ്ങളല്ലേ പറഞ്ഞത് ചൈനയും ഞങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹാരമായിരിക്കുന്നു? 56 ഇഞ്ച് നെഞ്ചളവുള്ള നരേന്ദ്രമോദി ഒന്ന് നിവർന്നു നിന്നപ്പോൾ ചൈനീസ് പട്ടാളം പേടിച്ച് വിറച്ച് മൂത്രമൊഴിച്ചു പോയി എന്ന് പറഞ്ഞത് നിങ്ങളല്ലേ? ആ മൂത്രമൊഴിച്ച കൂട്ടർ എന്തിനാണ് ഇപ്പോൾ ഗൾവാൻ താഴ്വരയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ സൈനികരെ ക്രൂരമായി കൊന്നുകളഞ്ഞത്? അഥവാ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈനികർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് മരിച്ചത് തന്നെയാണ്. പക്ഷേ അതല്ല വിഷയം. അവരെ കൊല്ലാൻ കാരണക്കാർ ആരാണ്? ഈ പ്രശ്നം വലിയ രീതിയിൽ കത്തി നിന്നപ്പോൾ പോലും അതിനെ നിസ്സാരവൽക്കരിച്ചത് ആരാണ്? ഇവിടെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. പാകിസ്ഥാൻ വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ വാവിട്ട് പൊട്ടിക്കരയാൻ തയ്യാറാവുന്ന ആളുകൾ പാകിസ്ഥാനാണ് ഈ രീതിയിൽ ചെയ്തതെങ്കിൽ അവരെയും നമ്മൾ ആക്രമിക്കണം, സംശയം വേണ്ട. അവർ നമ്മുടെ സൈനികരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നല്ല 8ന്റെ പണി കൊടുക്കണം. പക്ഷേ ചൈനീസ് ആക്രമണങ്ങൾ നമുക്ക് നേരെ വരുമ്പോൾ നിശബ്ദമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ചൈനയ്ക്ക് നമ്മളെക്കാൾ കൂടുതൽ ആയുധങ്ങൾ കൈവശമുള്ളത് കൊണ്ടാണോ? അതോ ഇവിടെയുള്ള ചില സംഘി മാധ്യമങ്ങൾ തള്ളിവിടുന്ന വാർത്തകൾ കേട്ടിട്ട് സുഖം തോന്നുന്നത് കൊണ്ടാണോ? അതല്ല വിഷയം. ചൈന രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അതിർത്തി പ്രശ്നത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അത് പരിഹരിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് അവർ മുതിരുന്നുള്ളത്. എന്തായാലും കേണലടങ്ങുന്ന 3 സൈനികർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാകണം. ഞങ്ങളുടെ കയ്യിൽ വിമാനമുണ്ട്, ആയുധമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ എല്ലാ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു കൂവി പൊതുജനങ്ങളെ പറ്റിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയങ്ങളെ ഇതാ ഈ അതിർത്തി തുറന്നു കാണിച്ചു തരികയാണ്. ഇത്രയേയുള്ളൂ കേന്ദ്രമെന്ന് വിളിച്ചു പറയുമ്പോൾ ചൈനയുടെ ഈ ക്രൂര വിനോദത്തിന് തിരിച്ചടി നൽകാൻ ഈ രാജ്യം തയ്യാറാകുമോ എന്ന് തന്നെയാണ് സംഘപരിവാർ പാളയങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും. നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.